ഏറ്റവും പുതിയ മെഡിക്കൽ സയൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഏറ്റവും പുതിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും ജനറേഷനുകൾ തമ്മിൽ ബുദ്ധി കൂടി വരുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ജനറേഷന് 10 വർഷം മുമ്പെയുള്ള ജനറേഷനേക്കാളും 1.1% ബുദ്ധി കൂടണം. അങ്ങനെയാണ് മനുഷ്യന്മാർ. പക്ഷേ കൊറോണ യുഗത്തിന് ശേഷം വന്ന കാലഘട്ടത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുൻപെയുള്ള ജനറേഷനേക്കാളും 1.1 ലെവലിൽ ബുദ്ധി കുറവാണ് എന്ന്. എന്താ ഇതിന് കാരണം? എന്താ? ഡിജിറ്റലൈസേഷനാണ്, സ്ക്രീൻ ടൈമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്ക്രീൻ ടൈം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം. മൊബൈൽ ഫോൺ അത്രയും നമ്മുടെ മക്കളുടെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. എങ്ങനെയാ ചുരുക്കുക? 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയേ ചെയ്യരുത്. സാധാരണ ക്ലിനിക്കിൽ കാണുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് മൊബൈൽ ഫോണൊക്കെ ലോക്കറിൽ വെച്ച് നോക്കിയൻ്റെ മറ്റേ കുഞ്ഞു ഫോണില്ലേ അതാക്കിയിട്ട് വരും എല്ലാവരും. സ്മാർട്ട് ഫോണൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ കാത്തിരിക്കണ്ട. അതൊരു നിയമമുണ്ട്. മെഡിക്കൽ സയൻസ് പറയുന്നൊരു റൂളുണ്ട്. ഈ റൂള് നമ്മൾ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി. പൂർണ്ണമായിട്ട് മൊബൈൽ ഫോണിനെ ഇല്ലാതെയാക്കുകയല്ല, ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ഇല്ലിറ്ററേറ്റഡ് ആയിപ്പോൾ, ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ. കാരണം എല്ലാ അറിവും ആ വിരൽ തുമ്പിലുള്ള മൊബൈൽ ഫോണിലാണ് ഉള്ളത്. അതൊരു ടൈമുണ്ട്, ലിമിറ്റ് ഉണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുക്കരുത്. സ്ക്രീൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. കരഞ്ഞോട്ടെ, ചിലപ്പോൾ പൂപ്പി കാണാതെ ഭക്ഷണം കഴിക്കൂല, കാത്തു കാണാതെ ഭക്ഷണം കഴിക്കൂല എന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. ഒരു നേരം കുട്ടി കഴിക്കണ്ട. വാശി കാണിച്ച് കരഞ്ഞ് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. 1-2 ദിവസം പട്ടിണി കിടന്ന് കരഞ്ഞിട്ട് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വാശി കാണിച്ചിട്ട് കരയട്ടെ. എല്ലാവരും 9 മാസം 10 ദിവസം പള്ളയെ കൊണ്ടിടന്ന് 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് പ്രസവിച്ചവർ തന്നെയാണ് എല്ലാ ഉമ്മമാരും, അല്ലേ? ഇതിലാരും കൂടുതൽ വേദന സഹിച്ചവരില്ലല്ലോ. നമ്മളൊക്കെ ഒരേ വേദന സഹിച്ചവരാ. എല്ലാ വാപ്പമാരും ഒരേപോലെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് കൊണ്ടുവന്ന് പോറ്റുന്നത് തന്നെയാണ് മക്കളെ. അതുകൊണ്ട് എൻ്റെ കുട്ടീനെ എങ്ങനെയാണ് ഞാൻ കരയിപ്പിക്കുക എന്നുള്ള ചിന്ത ആ കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് കാരണക്കാര്. ചിന്തിക്കേണ്ടതുണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് നോ മൊബൈൽ ഫോൺ, നോ സ്ക്രീൻസ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു ദിവസം 1 മണിക്കൂർ ഫോൺ കൊടുക്കാം. ഇനി 1 മണിക്കൂർ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോനെ 1 മണിക്കൂർ തികക്കണല്ലോ എന്ന് വെച്ചിട്ട് 1 മണിക്കൂർ കൊടുക്കരുത് കേട്ടാ. ഇത് നിർബന്ധമുള്ള കാര്യമല്ല പറയുന്നത്, കൊടുക്കാം എന്നത് മാത്രം അല്ല. ഇനി പുഴക്കാട്ടിൽ ഡോക്ടർ വന്നു കണ്ട് 1 മണിക്കൂർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് ടൈം വെച്ച് ഫോൺ കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ. ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട. അപ്പോൾ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് എങ്കിൽ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2 മണിക്കൂർ. 2 മണിക്കൂർ മാത്രമാണ് ഫോൺ കൊടുക്കേണ്ടത്. ഈ 2 മണിക്കൂർ എല്ലാം അതിൽ പെടും. ക്ലാസ് കേൾക്കാനാണ് എങ്കിൽ, ട്യൂഷൻ ക്ലാസ് കേൾക്കാനാണ് എങ്കിൽ, ഹോംവർക്ക് നോക്കാനാണ് എങ്കിൽ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, എല്ലാത്തിനും കൂടെ ഹോൾ സ്ക്രീൻ ടൈമാണ് പറയുന്നത് 2 മണിക്കൂർ. അതിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കരുത്. അവിടെ ന്യൂറോൺസിനെ എഫക്റ്റ് ചെയ്യും, അവിടെ നാഡീവ്യൂഹത്തെ എഫക്റ്റ് ചെയ്യും. അത് അതിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. കൊറോണയ്ക്ക് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും അവരുടെ മാതാപിതാക്കളെക്കാൾക്കും 1.1% ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കളാണല്ലേ. 13 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് 3 മണിക്കൂറാണ് ടൈം. 3 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും സ്ക്രീൻ ടൈം അലോ ചെയ്യരുത്. ഇതാണ് ബയോളജിക്കലി മെഡിക്കലി ഒരു മനുഷ്യന് സ്ക്രീൻ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കൂല എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധം പിടിക്കണം. അവസാനം അഫാനെ പോലെ, മിഹിറിനെ പോലെ, ആഷിഖിനെ പോലെ ആയിട്ട് ശാപവാക്കുകൾ പറഞ്ഞ് കുട്ടിയെ തള്ളി പറയല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് കാരണക്കാര്. ലഹരി എത്തിക്കാൻ, ലഹരി ഈ രൂപത്തിൽ മക്കൾക്ക് സുലഭമാവാൻ കാരണം നമ്മളാ. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നതാണ്. 14 വയസ്സായ അമേരിക്കയിലെ മകൻ അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയെ കൊന്നത് എന്തിനാണെന്നറിയോ? അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ, അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവനിടുന്ന പോസ്റ്റുകൾക്ക് താഴെ ഈ കുട്ടി കമൻ്റ് ഇടുമായിരുന്നു. അച്ഛനെ കാണിച്ചു കൊടുക്കുക. പോലീസൊക്കെ പിടിച്ചു കൊണ്ടതിന് ശേഷം അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാം എടുത്തിട്ട്, മൊബൈൽ ഫോൺ എടുത്തിട്ട് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് മകൻ പറയുന്നുണ്ട്, അച്ഛ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കൂന്ന്. അച്ഛൻ നോക്കുമ്പോൾ മകൻ ഇട്ട എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഈ പെൺകുട്ടിയുടെ കമൻറ്റുകളുണ്ട്. ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, കമൻ്റ് ഇട്ടിട്ടുള്ളത് സ്റ്റിക്കറുകളാണ്. ക്യാപ്സൂളിൻ്റെയും കിഡ്നി പീയുടെയൊക്കെ ഷേപ്പിലുള്ള ഓരോ സ്റ്റിക്കറുകളാണ് ഇട്ടിട്ടുള്ളത് കമൻറ്റ്. ഉപ്പ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ നിൻ്റെ എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഇങ്ങനെ സ്റ്റിക്കറുകൾ കമൻ്റ് ഇട്ട കുട്ടി നിൻ്റെ കൂട്ടുകാരിയല്ലേ?
നീയുമായി അത്രയേറെ അടുപ്പമുള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുള്ളത്, എന്നിട്ട് എന്തിനാ ഇയോളെ കൊന്നത് എന്ന്. ആ കുട്ടി പറയുന്നുണ്ട്, അച്ഛനൊന്നും അറിയില്ല, ഷീസ് ബുള്ളിങ് മീ. അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റിക്കറുകളുടെ അർത്ഥം, ആ കിഡ്നി പീയുടെ വൻപയറിന്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ക്യാപ്സ്യൂളിന്റെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. വാപ്പയാണ് ഉമ്മയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല.